റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മഞ്ചേശ്വരത്ത് UDF വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തു എന്ന ആരോപണവുമായി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളെന്ന വെളിപ്പെടുത്തൽ. കർണാടകയിൽ നിന്നുൾപ്പെടെ ആളുകളെ മണ്ഡലത്തിലെത്തിച്ചു. ഇരട്ട വോട്ടുകളും വ്യാപകമായി ചേർത്തെന്നും ആരോപണം. ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് ആസൂത്രണമെന്നും തെളിവുകൾ സഹിതം നിയമ നടപടി ആരംഭിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. എല്ലായിടത്തും കാണാൻ കഴിയുന്നത് വ്യാപകമായ തോതിലുള്ള കള്ളവോട്ടുകൾ ചേർന്നിട്ടുണ്ട്. പലയിടത്തും മരിച്ചുപോയവരെയും അതുപോലെ ഷിഫ്റ്റ് ചെയ്തവരുടെയും ഒന്നും വോട്ടുകൾ തള്ളിയിട്ടില്ല. ഒരു 5000-6000 വോട്ടുകൾ അനധികൃതമായിട്ട് ചേർന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ബോർഡർ പഞ്ചായത്തുകളിൽ കുറേയധികം ആളുകൾ കർണാടകയിൽ നിന്ന് ചേർന്നിട്ടുണ്ട്. നമ്മൾ ആരാണ് അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ചത്? ഇപ്പോൾ BLOമാരെല്ലാം വളരെ വലിയൊരു പക്ഷപാതിത്വം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ BLOമാർ ആരൊക്കെയാണ്, ഉദ്യോഗസ്ഥന്മാരാരാണ് ഇവിടെ അതിനെ കൊടുക്കുന്നത്, ഇതെല്ലാം ഞങ്ങളുടെ പരിശോധനയിലുണ്ട്. അത് പരിശോധിച്ചതിന് ശേഷം ആവശ്യമായിട്ട് നടപടികളുണ്ടാകും. അരുൺ പൂപ്പറമ്പ നൽകും വിശദാംശങ്ങൾ. അരുൺ, 6000-ഓളം വോട്ടുകൾ അനധികൃതമായി ചേർത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതും തന്നെ കർണാടകയിൽ നിന്ന് അടക്കം മണ്ഡലത്തിലേക്ക് ആളുകളെ എത്തിച്ചു എന്നടക്കം പറയുന്നു. ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ്. ഇതിൽ തെളിവ് സഹിതം നിയമ നടപടിയിലേക്ക് പോകുമെന്ന് തന്നെയാണോ പറയുന്നത്? ശ്രുതി, മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഈ പൗരത്വം ചോദ്യം ചെയ്തുകൊണ്ടുള്ള വോട്ട് തള്ളാൻ പരാതി നൽകിയത് BJP ആണ്. അത് വലിയ രാഷ്ട്രീയ വിവാദമായത് നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിൽ ആ ആരോപണം ഉന്നയിച്ചത്, പുറത്തു കൊണ്ടുവന്നത് UDF ആണ്. അത് തെളിവ് സഹിതം ആ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ പിന്നീട് രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ UDFനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം തിരിച്ചുന്നയിച്ചിരിക്കുകയാണ്. മണ്ഡലത്തിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് എന്നതാണ്. ഇപ്പോൾ കണക്ക് പറയുകയാണ്, 6000-ഓളം വോട്ടുകൾ അനധികൃതമായി വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന ആരോപണമാണ് കെ സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ അതിർത്തി പഞ്ചായത്തുകളിൽ ആ മണ്ഡലവുമായി ഒരു ബന്ധവുമില്ലാത്തവരെ കർണാടകയിൽ നിന്നുൾപ്പെടെ ആ മണ്ഡലത്തിൽ എത്തിച്ച് വോട്ട് ചേർത്തിട്ടുണ്ട്. അതിൽ ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ പങ്കുണ്ട്. അതിൻ്റെ തെളിവുകളൊക്കെ ശേഖരിച്ചു വരികയാണ്. അത് ഉടൻ തന്നെ പുറത്തുവിടും. അതോടൊപ്പം തന്നെ നിയമ നടപടിയും ആരംഭിക്കുമെന്നാണ് കെ സുരേന്ദ്രൻ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ ഒരു പൊതു സാഹചര്യം നമുക്കറിയാം. ശക്തമായ മത്സരം ഉണ്ടാകുമെന്ന് വിലയിരുത്തപ്പെടുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000-ൽ താഴെ വോട്ടുകൾ മാത്രമാണ് BJP മഞ്ചേശ്വരം മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ചെറിയ വോട്ടുകളാണെങ്കിൽ പോലും ആ വോട്ടുകളുടെ മാറ്റം വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ പ്രത്യാരോപണങ്ങൾ തുടരാനാണ് സാധ്യത. എന്തായാലും BJP ഈ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട്, ചേർത്ത കള്ളവോട്ടുമായി ബന്ധപ്പെട്ട തെളിവുകൾ അവരുടെ കയ്യിലുണ്ട് എന്നതാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. അത് ഉടൻ തന്നെ പുറത്തുവിടും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ UDFന്റെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ തുടർന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയ ചർച്ച മഞ്ചേശ്വരത്ത് കൂടുതൽ ശക്തമാവുകയാണ് ഇപ്പോൾ. UDFനെതിരെയാണ് കെ സുരേന്ദ്രന്റെ ആരോപണം. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.